ഹായ് ഫ്രണ്ട്സ്, എക്സോഡിക് ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് QRSൻ്റെ ബാലരാമപുരത്തുള്ള ഷോറൂമിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 4 ദിവസം മുന്നേ ലോഞ്ച് ചെയ്തൊരു പുതിയ ഫോൺ അന്വേഷിച്ച് വന്നതാണ്. വേറൊന്നുമല്ല, ഇത് തന്നെയാണ് സാംസങ് ഗാലക്സിയുടെ സാക്ഷാൽ S24 Ultra. ഗാലക്സിയുടെ S സീരീസിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ക്യാമറ ആയാലും ഫോക്കസിങ് ആയാലും പ്രോസസ്സർ ആയാലും ഹാർഡ്വെയർ ആയാലും അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലായാലും ഒക്കെ എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഗാലക്സിയുടെ S24 Ultra. S24 Ultrയുടെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് പ്രോസസ്സറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ S23 Ultra ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീരീസിൽ നിന്നും കുറച്ചുകൂടെ പുതിയത് അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുക. S24 Ultra നമുക്ക് 3 മെമ്മറി വേരിയൻറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കോമൺ ആയിട്ട് ഇതിൻ്റെ റാം വരുന്നത് 12 GB ആണ്. 12 GB റാം 256 GBയും 12 GB 512 GBയും പിന്നെ 12 GB 1 TB ആണ് ഇതിനകത്ത് 3 വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 1440 പിക്സൽസിലുള്ള ക്വാഡ് HD+ എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന് പ്രധാനമായിട്ടും 5 ക്യാമറാസാണ് വരുന്നത്. പ്രൈമറി ക്യാമറ വന്നിട്ട് 200 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് റെസൊല്യൂഷൻ ക്യാമറ, അത് കൂടാതെ 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയുണ്ട്. അതിന് പുറമെ 10 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂം ക്യാമറയും വരുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് 50 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഘടിപ്പിച്ച 5x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു ക്യാമറയുണ്ട്. അതുകൂടാതെ ഒരു മാക്രോ ലെൻസിങ് ക്യാമറയും പിന്നെ അതിൻ്റെ ഫ്ലാഷ് ലൈറ്റുമാണ് ഇതിൻ്റെ ക്യാമറ സെക്ഷനിലുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പവർ ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh കപ്പാസിറ്റി ഉള്ള ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൽ പവർ സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ S24 Ultrയുടെ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മെത്തേഡാണുള്ളത്. ഒന്ന് 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ വയർഡ് ചാർജറും വരുന്നുണ്ട്. അതിന് പുറമെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജറും സപ്പോർട്ടീവാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പം നമുക്ക് ടച്ച് ചെയ്യാനുള്ള പെന്നും കൂടെ വരുന്നുണ്ട്. അത് ഇടാനുള്ള പോർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. S24 Ultrയുടെ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. ഇവിടെ ഇപ്പോൾ ലോഞ്ച് ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് വന്നൊന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒപ്പം വരുന്നത് ജസ്റ്റ് യൂസർ മാനുവലും പിന്നെ കേബിളും പിന്നെ സിം ഇജക്ട് ചെയ്യാനുള്ള ടൂളും മാത്രമാണ്. എത്ര സിമ്മായിട്ട് അതിനകത്ത് പറഞ്ഞത്? ഒറ്റ സിം തന്നെ? 2 സിമ്മാണ്. 2 നാനോ സിം അല്ലേ? അതെ, 2 നാനോ സിമ്മാണ് പറഞ്ഞത്. സിം കാർഡ് ഇടുന്ന പോർട്ടാണ് കേട്ടത്. ഓക്കെ, ഇവിടെ AI ക്യാമറയുടെ കുറച്ച് ടെക്നിക്കുകളൊക്കെ അതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളത് ഒരു ഫോണിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഫോണിൻ്റെ ഫോട്ടോയിൽ ഇപ്പോൾ നമ്മൾ സാംസങ് എന്ന് പറയുന്ന ആ ഒരു ലോഗോയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. വേണ്ട, നമുക്ക് അത്രയും കൂടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എല്ലാ സാധനങ്ങളും നമുക്ക് സെർച്ച് ലിസ്റ്റിൽ വരും. ഇപ്പോൾ സാംസങ് നമുക്ക് കോമൺ ആണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൂടെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ചേട്ടാ നമുക്കിപ്പോൾ എന്താണ് ഈ ഒരു വാച്ച് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരും. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ വാച്ച് എടുക്കുകയാണ്. എൻ്റെ വാച്ച് Q&Q കമ്പനിയുടെ വാച്ചാണ്. കാണിച്ചു തരാം. Q&Q എന്നാണ് കമ്പനിയുടെ വാച്ചാണ്. ഇപ്പോൾ ഇതിനകത്ത് എടുത്തു. അത് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാണ്. കണ്ടില്ലേ, സെയിം വാച്ച്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള Q&Qൻ്റെ പ്രോഡക്ട്സ് മൊത്തം ഇവിടെ താഴെ സെർച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചേട്ടാ നമുക്ക് ഇപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത ഇപ്പോൾ കമ്പനി പ്രോഡക്ട്സ് മാത്രമേ എടുത്തോളൂ. നമ്മൾ ഇല്ലാത്തൊരു സാധനം ഇപ്പോൾ ഈ വളം എടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ കിടക്കുന്ന നമ്മൾ വളയും ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടുമോ? നൈസാണല്ലോ. അല്ല, വള എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാംഗിൾസ് എല്ലാം വരുന്നുണ്ട്. ഇത് എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗൂഗിൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ പ്രോഡക്ട്സും വരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ബ്രാൻഡഡ് ആവണമെന്നില്ല. എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ ഇത് AI ക്യാമറയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഇതിൻ്റെ നമ്മുടെ ക്യാമറയുടെ S24ൻ്റെ ക്യാമറയുടെ സൂമിംഗ് എന്ന് കാണിച്ചു തരാം. 100x സൂമിംഗ് ആണ് മാക്സിമം ഇതിൻ്റെ കപ്പാസിറ്റി. നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഷോപ്പിൻ്റെ പുറത്തേക്കുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് അവരെന്താ ചെയ്യുന്നത് നമുക്കിപ്പോൾ നേരിട്ട് കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ അപ്പോൾ എൻ്റെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കണ്ടില്ല, അപ്പുറത്ത് എത്ര സൂം ചെയ്താലും അറിയാൻ പറ്റില്ല. പക്ഷേ അതേസമയം എന്താ ഇതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്തെ DDRCയിലെ DDRCയിലെ ലോഗൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. കണ്ടില്ല, ഇതാണ് നേരിട്ടുള്ള വ്യൂ. ഇതാണ് ഈ S24ൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ കണ്ടില്ല കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. ഇനി അവിടെ ആൾക്കാരെങ്കിലും നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ക്ലിയർ ആക്കി കാണിച്ചു തരായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു ഫോൺ നമ്പറൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ.
കണ്ടില്ലേ? ഈ നമ്മളിപ്പോൾ എടുത്തത് ഈ ഫോൺ നമ്പറാണ്, കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ എത്ര സൂം ചെയ്തിട്ട് ആ നമ്പർ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല ഒരിക്കലും. പിന്നെ രാത്രി കാലങ്ങൾ നമുക്ക് മൂണിനെയൊക്കെ, അതായത് ചന്ദ്രനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂം ചെയ്ത് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റും. S23യേക്കാളും നല്ല രീതിയിൽ വെയിറ്റ് കുറവാണ് കേട്ടോ. S23യുടെ വെയിറ്റ് ഞാൻ എന്തായാലും ഇവിടെ കാണിക്കാം. ഗൈസ്, ഇത് കണ്ടില്ലേ വ്യത്യാസം ഞാൻ കാണിച്ചത്? ഇതാണ് S23 Ultra, ഈ വല സൈഡിലിരിക്കുന്നത്. ഇത് വന്നിട്ട് S24. അതിൻ്റെ ആ ഒരു രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. S23യുടെ ബോഡി വന്നിട്ട് ആർമർ അലുമിനിയം ആണ്. അതേസമയം S24 വരുമ്പോഴത്തേക്ക് ടൈറ്റാനിയം മോഡലാണ്. കുറച്ചുകൂടെ വെയിറ്റ്ലെസ് ആണ്. കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് വെയിറ്റ് ആണ്, ഹെവിയാണ്. ഇത് കുറച്ചുകൂടെ വെയിറ്റ്ലെസ് ആണ്. പക്ഷേ വലിപ്പം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം എന്ന് പറഞ്ഞാലും ചെറിയൊരു വീതി കൂടുതലാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ചെറിയ രീതിയിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വീതി S24ന് കൂടുതലാണ്, വിഡ്ത്ത് കൂടുതലാണ്. കണ്ടില്ലേ? നമുക്ക് ഇതിനകത്ത് വേറൊരു ഫീച്ചറും കൂടെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഇപ്പം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇംഗ്ലീഷിൽ ഹൈ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ മേളിൽ ഹിന്ദിയിൽ കാണിക്കും. ഹിന്ദിയിൽ മാത്രമേ കാണിക്കുള്ളൂ, വേറെ ഏതൊക്കെ ലാംഗ്വേജിൽ കാണിക്കും? അങ്ങനെ ഉണ്ടോ? എത്ര ലാംഗ്വേജിൽ കാണിക്കും ഇതുപോലെ? 18 ലാംഗ്വേജിൽ ഉള്ള അപ്ഡേറ്റ്, ഇനി 18 ലാംഗ്വേജ് വരെയുള്ള അപ്ഡേറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ 1-2 ലാംഗ്വേജസ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജസ് മാത്രമേ ഇതിനകത്തുള്ളൂ. മൊത്തത്തിൽ ഇതിനകത്ത് ഇപ്പം നിലവിലുള്ളത് 18 ലാംഗ്വേജ് ആണെങ്കിലും ഇതിനകത്ത് 58 ലാംഗ്വേജ് വരെയുള്ള അപ്ഡേറ്റ് ഇനി വരുന്നുണ്ട് ഉടനെ തന്നെ. S24 Ultra'യുടെ പിക്ചർ ക്വാളിറ്റി എത്രത്തോളം മനോഹരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിലെടുത്ത് കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിവിടെ ഇടുന്നുണ്ട്. നോർമലി നമ്മൾ ഫോണിലെടുക്കുന്ന സാധാരണ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് S24ൻ്റെ സ്പെഷ്യാലിറ്റി മാത്രം പറഞ്ഞു പോയത്. ഇപ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി, സൂമിങ്, അതുപോലെ തന്നെ AI-യുടെ പെർഫോമൻസ്, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി, മെറ്റീരിയൽ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ നോർമലി S24 അല്ലെങ്കിൽ S23 ഒക്കെ എടുത്ത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നോർമലി സാംസങ്ങിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിനകത്തും കോമൺ ആയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം QRSലാണ്. QRSൻ്റെ മൊബൈൽ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ജസ്റ്റ് QRSൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത് S24 Ultra'യുടെ ലോഞ്ച് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ S24 Ultra'യ്ക്ക് ഓഫറുണ്ട്. അതായത് ഇതിൻ്റെ ഒപ്പം നമുക്ക് ചാർജർ വരുന്നില്ല ബോക്സിൽ, പക്ഷേ QRSലാണെങ്കിൽ ഇപ്പോൾ ഓഫറുണ്ട്. ഇതിൻ്റെ കൂടെ 45 വാട്ട്സിൻ്റെ ചാർജർ, ഫാസ്റ്റ് ചാർജർ ഇതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നെക്ക് ബാൻഡ്, ഓൾമോസ്റ്റ് 2000 രൂപ ആ ഒരു റേഞ്ചിനുള്ള ഒരു നെക്ക് ബാൻഡും കൂടെ ഗിഫ്റ്റായിട്ട് ഓഫറിൽ കിട്ടുന്നുണ്ട്. S24 Ultra'യുടെ ലോഞ്ചിങ് ഓഫറാണ് കേട്ടോ ഇത്. അപ്പോൾ S24 Ultra ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. QRS ബാലരാമപുരം നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പേഴ്സ് ഇട്ടേക്കാം, ആവശ്യമുള്ളവരെ കയറി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.